ഇത് മാരക രോഗമാണോ? മരണഭീതിയാൽ നീ കഷ്ടപ്പെടുകയാണോ? അകത്തും പുറത്തുമായി ഈ ശബ്ദം കേൾക്കുന്നവർ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇനി എനിക്ക് എത്ര ആയുസ്സുണ്ട്? സങ്കടത്തോടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞേ, പരിശുദ്ധാത്മ പറയുന്നു, കരയണ്ട. ഹല്ലേലൂയ. കവടങ്ങൾ നിൽക്കുവാൻ അധികം സമയമില്ല, മുന്നോട്ട് പോവുകയാ. കരച്ചിലിനെ മാറ്റുന്നൊരു ദൈവമുണ്ട്. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നൊരു ദൈവമുണ്ട്. കരയണ്ട. യഹൂദ ഗോത്രത്തിലെ സിംഹം, ഉറക്കപ്പറ, യഹൂദ ഗോത്രത്തിലെ സിംഹം. എനിക്ക് ആ വേട് ഭയങ്കരമായിട്ട് ഇഷ്ടായി. ഇന്ന് രാത്രിയിൽ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, അവൻ ഭൂമിയിലും സ്വർഗത്തിലും അവൻ ഭൂമിയുടെ താഴെയും ഒരുത്തനും ഈ പുസ്തകം നോക്കാനോ അതിനെ തുറപ്പാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ യോഗ്യതയില്ലാതിരിക്കുമ്പോൾ ഒരുത്തൻ ഇവിടെ ജയം പ്രാപിച്ചിരിക്കുകയോ. അവന്റെ പേരാണ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാ. പ്രൈസ് ദി ലോർഡ്. പുസ്തകം തുറക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും അത് തുറന്നു നോക്കാനും, ആമേൻ, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ, ദാവീദിന്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? നമ്മൾ ആരാധിക്കുന്ന ദൈവം യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് കേട്ടോ. അവൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബൈബിൾ പറയുന്നു, 12 ഗോത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അവൻ ഗോത്രം യഹൂദ ഗോത്രമാണ്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് ഒരു സഹോദരി ഒരു കുഞ്ഞിനിട്ട പേരാ യഹൂദ. യാക്കോബിന്റെ അവൻ 2 ഭാര്യമാരിൽ ഒരുത്തിയായിരുന്ന ലേയയ്ക്ക് 4മതും ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇന്ന് രാത്രി ഈ ശബ്ദശ്രേണിക്കുള്ളിൽ അടയപ്പെട്ട വാതിലുകളുമായി ഒരു തലമുറയെ കാണാൻ കഴിയാതെ സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേട്ടോ. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിന്നോടാണ്. ചില അടഞ്ഞു കിടക്കുന്നതിന് ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം തുറന്നിടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. Praise the Lord. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാക്കോബിന് ലേയോട് വലിയ സ്നേഹമില്ലായിരുന്നു. ഹലോ എന്റെ മന്നച്ച, അകത്തും പുറത്തുള്ളവരോട് പറയാ, വലിയ അന്യഭാഷയൊന്നും പറഞ്ഞില്ലേലും വലിയ കയ്യടിയൊന്നും അടിച്ചില്ലേലും ഇന്ന് രാത്രി ആ ഭാര്യ മനസ്സോർന്നൊന്ന് സ്നേഹിക്ക്. ഞാൻ വിചാരിച്ച് ഈ സഹോദരിമാരെങ്കിലും നല്ലൊരു ഹല്ലേലൂയ പറയുന്നു.